السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله الفائزين برضا الله. ഏറ്റവും ആദരണീയരും അഭിവന്ദ്യരുമായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സമസ്ത എന്ന ബൃഹത്തായ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതരായ സാരഥികളെ, സർവ ശ്രോതാക്കളെ, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ സംഘടിപ്പിച്ച സമസ്തയുടെ സെന്റിനറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മഹത്തായ കേരള യാത്രയും അനുബന്ധ പ്രവർത്തനങ്ങളും സൃഷ്ടാവായ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തിൽ രൂപം പ്രാപിച്ചതുകൊണ്ട് തന്നെ 14 നൂറ്റാണ്ട് പഴക്കമുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും എല്ലാവിധ സംസ്കാരവും ഒട്ടും ചോർന്നു പോകാതെ കേരള ജനതയ്ക്ക് മാത്രമല്ല, ഭാരതത്തിനും വിദേശ രാജ്യങ്ങൾക്ക് വരെയും ആ സമുന്നതമാകുന്ന സംസ്കാരം ഉൾക്കൊണ്ട് നാം പരിശുദ്ധ ഈമാനിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഇസ്തിഖാമത്തിൻ്റെ മാർഗത്തിലാണ് നമ്മളെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവവും ഊർജവും ബഹുമാനപ്പെട്ട സമസ്ത നമുക്ക് നൽകി. പരിശുദ്ധ ഈമാനിനെ മറ്റാരും കൊള്ളയടിച്ചു പോകാതെ ഈമാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും അട്രസിൽ എന്തെങ്കിലും നവീനവാദികളുടെ പുതിയ ആശയങ്ങൾ കടത്തിക്കൂട്ടി വികൃതമോ വികലമോ ആക്കി നരകാഗ്നിക്കിരയാകാതെ രക്ഷപ്പെടാൻ നമുക്ക് സൗകര്യം നൽകിയത് പരിശുദ്ധമായ സമസ്ത എന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം 14 നൂറ്റാണ്ട് പഴക്കമുള്ള ആദർശത്തെ മുറുക്കിപ്പിടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇക്കഴിഞ്ഞ 19 നൂറ്റാണ്ടിലും അതേ തനതായ ശൈലി നമ്മുടെ രാജ്യത്ത് ആദർശത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രംഗത്ത് സുസ്ഥാപിതമായി നിലയുറപ്പിച്ചു നിന്നിരുന്നു. അതിൻ്റെ ഇടയിൽ ചില പാശ്ചാത്യ പരിഷ്കാരങ്ങൾ പോലെ ചില ഈജിപ്ഷ്യൻ സാഹിത്യങ്ങൾ, ഇത് അക്ഷരനഗരിയാണല്ലോ, അക്ഷരങ്ങൾ തന്നെയാണ് മനുഷ്യനെ നന്നാക്കുന്നതും അക്ഷരങ്ങൾ തന്നെയാണ് മനുഷ്യനെ വെടക്കാക്കുന്നതും. നല്ല അക്ഷരങ്ങൾ വായിച്ച് നല്ലവരായി തീരാനാണ് പരിശുദ്ധ ഇസ്ലാം എപ്പോഴും പ്രബോധനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക ലോകത്ത് സമുന്നതമാകുന്ന മുഖമുദ്രകൾ കാഴ്ചവെക്കാൻ കോട്ടയത്തിന് മാത്രമല്ല കേരളത്തിനും കേരളത്തിലെ എല്ലാവിധ പണ്ഡിതന്മാർക്കും അവരുടെ വാമൊഴികൾ കൊണ്ടും വരമൊഴികൾ കൊണ്ടും സമുന്നതമായ സംസ്കാരത്തെ സമുദ്ധരിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്തയുടെ ബഹുജന മുഖമായി പ്രവർത്തിക്കാൻ സമസ്ത തന്നെ സംവിധാനിച്ചതാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന ഈ കേരള യാത്ര ആവിഷ്കരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ബൃഹത്തായ പ്രസ്ഥാനം. നമ്മുടെ ഈ സമസ്ത ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, അവിടുത്തെ സഹാബാക്കളിലൂടെ, താബിഈങ്ങളിലൂടെ, താബിഈങ്ങളിലൂടെ പരമ്പരാഗതമായി
ലഭിച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തെ അറിവിന്റെ തിളക്കം കൊണ്ട് ഊതിക്കാച്ചിയെടുത്ത പൊന്നുപോലെ സംസ്കരിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് സമസ്തയാണ്. ആ സമസ്ത നമുക്കൊരു കാര്യവും കടപ്പാടും പഠിപ്പിച്ചു തന്നു. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം എന്നതാണ് നമ്മുടെ പ്രമേയം. പ്രമേയത്തിന്റെ ബൃഹത്തായ വിശാലമായ ആഴവും പരപ്പിലേക്കൊന്നും ഈ വിഷയത്തിൽ കടന്നു ചെല്ലാൻ അവസരങ്ങളില്ല. അതൊക്കെ മനസ്സിലാക്കിയ നാം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മനുഷ്യരെന്ന് പറയുമ്പോൾ വിവേകവും ബുദ്ധിയും നന്മയും സംസ്കാരവും ഒത്തിണങ്ങുന്ന ഒരു ജീവിയാണ്. വിവേകത്തിന്റെ ഒന്നാമത്തെ പാഠം നമുക്ക് അള്ളാഹു തന്ന അറിവിലൂടെ നാം ഒരു സൃഷ്ടിയാണെന്ന് ഉൾക്കൊള്ളുക എന്നതാണ്. ഒരു സൃഷ്ടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഞാനൊരു സൃഷ്ടിയാണ് എന്നെല്ലാവരും വിശ്വസിക്കേണ്ടതുണ്ട്. സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സൃഷ്ടാവിനെ അവൻ അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെ ഒരു സൃഷ്ടിയായി? സ്വയം ഒരു സൃഷ്ടിയാവൂലല്ലോ. അപ്പോൾ ഒരു സൃഷ്ടിയാകാൻ എനിക്ക് സംവിധാനം ചെയ്ത ഒരു സൃഷ്ടാവ് ഉണ്ടാകണമെന്ന് സ്വാഭാവികമായും അവൻ ചിന്തിക്കുകയും ആ വഴിയെ ധാർമ്മികമായി അവൻ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ സാക്ഷാൽ മനുഷ്യർക്കൊപ്പം എന്ന ധാർമ്മിക ബോധമുള്ളൊരു മനുഷ്യനായി തീരുന്നത്. അഥവാ മതബോധം, ശരിയായ മതബോധം ഉള്ളപ്പോഴേ നമുക്ക് മനുഷ്യന്റെ കടപ്പാടുകളും കർമ്മങ്ങളും കുറ്റമറ്റ നിലയിൽ പ്രവർത്തിച്ചു തീർക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് ഒന്നാമതായി സൃഷ്ടിയായ ഞാൻ സൃഷ്ടാവിനെ അറിയൽ അനിവാര്യമാകുന്നു. ആ സൃഷ്ടാവ് നമുക്ക് അതിനാവശ്യമാകുന്ന തെളിവുകളും രേഖകളും യുക്തിയും ബുദ്ധിയും പ്രകൃതിയും അതിന് പോസിറ്റീവായി സംവിധാനിച്ചിരിക്കുന്നു. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകരില്ലെന്നാൽ ഇവിടെ എന്തും സൗന്ദര്യമെന്ന് പറയണമെങ്കിൽ അത് ആസ്വദിക്കാൻ ആള് വേണം. ഒരു പ്രഭാഷകന്റെ പ്രസംഗം മനോഹരമാണെന്ന് പറയണമെങ്കിൽ അത് ശ്രവിക്കാൻ ആള് വേണം. ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ എന്നുള്ളൂര് പറഞ്ഞല്ലോ. അപ്പൊ ശ്രുതിയും ഗാനവും എല്ലാം ഒന്നിച്ച് ഇണചേർന്ന് ഒരു വലിയ സംവിധാനം, അതാണ് ഇവിടുത്തെ മനോഹാരിത. ഭൂമിയും ആകാശവും വായുവും സസ്യലതാദികളും പുഴകളും തോടുകളും എല്ലാം ഇണങ്ങിച്ചേർന്ന മനോഹരമാകുന്നൊരു പ്രകൃതി. ജീവജാലങ്ങൾ കോടാനുകൂടി, നമുക്ക് കണ്ടും കേട്ടും രസിക്കാൻ പറ്റിയ കളകളാരവം മുഴക്കുന്ന പ്രാണികളും പ്രാവുകളും, എത്രയോ പറവകൾ, നമ്മളെ കണ്ണാനന്ദിപ്പിക്കുന്ന എത്രയോ കരജീവികൾ, എത്രയോ കടൽ ജീവികൾ, നമുക്ക് കുടുംബപരമാകുന്ന ബന്ധം നൽകുന്ന അനുഗ്രഹീതരാകുന്ന മാതാപിതാക്കൾ, നമുക്ക് വാത്സല്യിക്കുവാൻ നമുക്ക് സന്താനങ്ങൾ, നമുക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സഹോദരങ്ങൾ, ഇതെല്ലാം സംവിധാനിച്ചത് ഏതോ ഒരു അതിവിദഗ്ധനാകുന്ന ഒരു വിചക്ഷണന്റെ നിരീക്ഷണവും പ്രായോഗികതയുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ആരാണെന്നൊരു ചോദ്യം അവിടെ ഇല്ലേ? അല്ലാഹു പറയുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നഹ്നു ഖലഖനാകും, നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാകുന്നു. നമ്മൾ സൃഷ്ടി അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടാവ് തന്നെ അക്ഷരം കൊണ്ട് പഠിപ്പിക്കുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. എന്നിട്ട് ആ സൃഷ്ടാവ് പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന പ്രകൃതിയില്ലേ, ലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർള്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവനും ആ സൃഷ്ടാവിൻ്റെതാകുന്നു. എന്നിട്ട് ആ സൃഷ്ടാവ് പറയുന്നു, എങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ, മനുഷ്യൻ മനുഷ്യനാകാൻ അവന്റെ കടപ്പാടുകൾ നിർവഹിക്കണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നീ ഒരു നല്ല മനുഷ്യനാകാൻ, ലഅല്ലക്കും തത്തഖൂൻ, നീ ഒരു ഉത്തമ ജീവിയാകാൻ, കടമയും കടപ്പാടും സംസ്കാരവും നന്മയും ഒക്കെ ഒത്തിണങ്ങിയ ഒരാളാകണമെങ്കിൽ എന്തു ചെയ്യണം? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. മനുഷ്യത്വമുള്ള ആരും ഉൾക്കൊള്ളേണ്ട ഒരു ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വം സൃഷ്ടാവായ അള്ളാഹു ഏൽപ്പിച്ചു തരികയാണ്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ സൃഷ്ടാവിനെ
ആരാധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ. നിങ്ങൾ കഴിക്കുന്ന അന്നവും, നിങ്ങൾ കുടിക്കുന്ന വെള്ളവും, നിങ്ങൾ ശ്വസിക്കുന്ന വായുവും, നിങ്ങൾക്ക് ലഭിക്കുന്ന വെളിച്ചവും എല്ലാം തന്ന ഒരുത്തനുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. എത്ര മനോഹരമായിട്ട്, ശാസ്ത്രീയമായിട്ട്, താത്വികമായിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് കണ്ണടച്ച് കാതടച്ച് ഞാൻ പറയുകയല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി താത്വികമായും ശാസ്ത്രീയമായും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ കണ്ട അനുഗ്രഹങ്ങൾ മുഴുവനും തന്ന ഒരുത്തനോട് നിങ്ങളൊരു കടമ കാണിക്കൽ അനിവാര്യമല്ലേ? അതിനാണ് നിങ്ങളെ മനുഷ്യനാക്കിയത്, അതിനാണ് നിങ്ങളെ ബുദ്ധിയുള്ളവനാക്കിയത്, അതിനാണ് നിങ്ങളെ ധാർമ്മികതയും കടപ്പാടുമുള്ളവനാക്കിയത് എന്ന് സട്ടാവായ അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഉത്ബോധനം കേട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അല്ലാഹ്, നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നൽകും. ഈ കടപ്പാട് നമ്മെ പഠിപ്പിച്ചത് മനുഷ്യന്റെ ആദിമ ജന്മം, ആദിമ മനുഷ്യൻ, ആദി പിതാവായ ആദം നബി അലൈഹിസ്സലാം നമ്മളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യനാണോ ഞാൻ സൃഷ്ടിയാണോ? ഒരു സൃഷ്ടാവ് വേണം. ഒരു സൃഷ്ടാവേ ആകാൻ പാടുള്ളൂ. ആ സൃഷ്ടാവായതുകൊണ്ടാണ് സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പോരുമില്ലാതെ പ്രപഞ്ചം ഇവിടെ സുസ്ഥിരമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമസ്ത എന്ന പ്രസ്ഥാനം മുന്നിൽ വെക്കുന്ന ആദർശ ധീരത ഈ മഹത്തായ ഏക ഇലാഹി ബോധമാണ്. എന്നാലേ മനുഷ്യൻ കടപ്പാടുകൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ അവനിക്ക് ഒരു നിരീക്ഷകനുണ്ടെന്നും അവന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനുണ്ടെന്നും അവൻ പറഞ്ഞതിന്റെ അപ്പുറം പ്രവർത്തിച്ച് കൊള്ളയോ കൊള്ളിവെപ്പോ കൊലപാതകമോ നടത്തിയാൽ അതിന് ശിക്ഷിക്കുവാൻ ആളുണ്ടെന്നും ഉള്ളൊരു ബോധം മനുഷ്യനുണ്ടെങ്കിലേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ, മനുഷ്യൻ നല്ലവനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ ഒന്ന് സൂക്ഷിച്ച് നന്ദി കാണിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വഴികൾ തുറന്നു തരുന്നവനാണ് അല്ലാഹു. നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് അല്ലാഹു തആല സർവ്വ വഴികളും തുറന്നു തരും. അവൻ നന്ദി കാണിക്കുന്നവനോട് കൂടുതൽ കടമകൾ ചെയ്തു കൊടുക്കുന്നവനാണെന്ന് പഠിപ്പിക്കുകയാണ്. ഈ കലിമത്തു തൗഹീദ് ശരിയായ വിശ്വാസം നിലനിർത്താനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. ആ വിശ്വാസത്തിന്റെ ഇടയിൽ ചില കലർപ്പുകളും ആ വിശ്വാസത്തിൽ ചില കൊള്ളിവെപ്പുകളും നടത്തുവാൻ വേണ്ടി 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ ചില ആളുകൾ ചില ഈജിപ്ഷ്യൻ ചിന്തകളുമായി ഇവിടെ കടന്നു വന്നപ്പോൾ അതിനെ ചെറുത്തു നിന്നുകൊണ്ട് മനോഹരമാകുന്നൊരു ദൗത്യം നിർവഹിക്കുകയായിരുന്നു നമ്മുടെ പരിശുദ്ധമാകുന്ന ഇസ്ലാം, പരിശുദ്ധമാകുന്ന സമസ്ത. ആയതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയിലൂടെ പ്രവാചക പ്രഭുവിന്റെ മാതൃകയിലൂടെ നമുക്കൊരു ഉത്തമ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമുക്കൊരു ധാർമ്മിക ബോധമുണ്ട്. സൃഷ്ടിയായ നാം സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ആ ആരാധനകളിൽ ചില വിഷലിപ്തമാകുന്ന ചിന്തകൾ കടത്തിക്കൂട്ടി അള്ളാഹുവിനെ തന്നെ വികലമായ വിശ്വാസം കൊണ്ടുവന്നു ചില ആളുകൾ. അള്ളാഹുവിന് കൈയുണ്ടത്രേ, അള്ളാഹുവിന് കാലുണ്ടത്രേ, അള്ളാഹുവിന് കണ്ണുകളുണ്ടത്രേ, അള്ളാഹു സഞ്ചരിക്കുന്നവനാണത്രേ. ഇങ്ങനെ ഒരു ഈശ്വര വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന തൗഹീദി ചിന്തയ്ക്ക് തകരാറ് വരുത്തിക്കൊണ്ട് സൃഷ്ടാവിൽ തന്നെ വികല വിശ്വാസങ്ങൾ വരുത്തി തീർത്ത്
മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് കേരളീയരെ ഒരു മറ്റ് വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രതിമ സമാനമായ, ഒരു വിഗ്രഹ സമാനമായ വിശ്വാസത്തിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ചില ആളുകൾ ഐക്യസംഘമെന്നും മറ്റ് സംഘമെന്നും പേരിട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് ആ പ്രവർത്തനം വിപുലപ്പെടുത്തി മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മഹാനായ സയ്യിദുനാ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഇതിനെ ചെറുത്തില്ലെങ്കിൽ നമ്മുടെ സമുദായം വഴിപിഴച്ചു പോകുമെന്ന് ഗൗരവത്തോടെ ചിന്തിക്കുകയും അങ്ങനെ അവർ തൽക്കാലം ഒരു സമിതി കോഴിക്കോട് വെച്ച് രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആ പ്രവർത്തനം ആവശ്യമാണെന്നും അനിവാര്യമാണെന്നും മറ്റുള്ള ഉലമാക്കൾ കൂടി മനസ്സിലാക്കിയപ്പോൾ ആ ഉലമാക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പണ്ഡിത മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് അവർ നടപ്പിലാക്കി. അവർ വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം ഇവിടെ രൂപം കൊള്ളുന്നത്. 1926 ജൂൺ 26-ാം തീയതി അൽഹംദുലില്ലാഹ് കോഴിക്കോട് നഗരിയിൽ വെച്ച് സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയാണ്. ആ രൂപം നൽകലോടുകൂടെ നമുക്കൊരു വലിയ കെട്ടുറപ്പ് ലഭിച്ചു. നമ്മളെ പരിരക്ഷിക്കാൻ പാണ്ഡിത്യ ദൗത്യത്തോടുകൂടെ സമുന്നതരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും നമ്മളെ കൈപിടിക്കാൻ ഉലമാക്കൾ അവരുടെ ദൗത്യ നിർവഹണത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് വന്നു. അൽഹംദുലില്ലാഹ് അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ വിനീതനായ എനിക്ക്, നിങ്ങൾക്ക് സാക്ഷാൽ സട്ടാവായ അല്ലാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ സാധിക്കുമായിരുന്നില്ല. അല്ലാഹുവിൽ മാത്രമല്ല, പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തിലും വൈകല്യങ്ങൾ വരുത്തി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചു കൊള്ളണം. മുഹമ്മദ് നബിയിൽ എന്തെങ്കിലും പുതുമയോ ആദരവോ പ്രത്യേകതകളോ പരിഗണിക്കാൻ പാടില്ലെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, പിന്നെ കഴിഞ്ഞില്ലേ, ഈമാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നു. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ആശയ വ്യതിയാനങ്ങൾ, ആദർശ വ്യതിയാനങ്ങളുമായി കാലാന്തരത്തിൽ പല ആളുകളും കടന്നു വരും. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. തെളിയുന്ന മെഴുകുതിരി, അതിന്റെ വെളിച്ചം കണ്ടുകൊണ്ട് പല പ്രാണികളും അതിലേക്ക് ഓടിയടുക്കാൻ ശ്രമിക്കും. ആ പ്രാണികളെയൊക്കെ ഊരയ്ക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി അയക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ ദൗത്യമാണ് ഇന്ന് സമസ്ത നിർവഹിക്കുന്നത്. എവിടെങ്കിലും ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് ഓടിക്കൂടി ആ വെളിച്ചമാണെന്ന് കാണുന്ന വെളിച്ചത്തിലേക്ക് ചെന്ന് പ്രാണികൾ പെട്ടുപോയാൽ അത് വെളിച്ചമല്ല, അത് തീയാണ്, അതിൽ കരിഞ്ഞു പോവുകയാണ് ആ പ്രാണിക്ക് സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നത് എന്റെ ദൗത്യമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഉലമാ ഉമ്മത്തി കംബിയാ ഇബ്നി ഇസ്രായീൽ, ആ പ്രവാചകന്മാരുടെ മനോഹരമാകുന്ന ദൗത്യം നിർവഹിക്കുകയാണ് ഇവിടെ സമസ്ത ചെയ്തത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടി സ്വന്തം ചിന്തയ്ക്കും യുക്തിക്കും ഒക്കുന്ന ചില കാര്യങ്ങളുമായി മതത്തെയും ആദർശത്തെയും മലീമസമാക്കാൻ വന്നപ്പോൾ ആ ബിദ്അകളെ മനോഹരമായി ആദർശം കൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട്, പരിശുദ്ധ സുന്നത്ത് കൊണ്ട്, പരിശുദ്ധ ഇജ്മാഅ് കൊണ്ട്, പരിശുദ്ധ ഖിയാസ് കൊണ്ട് പോരാടി ജയിച്ച ജേതാക്കളുടെ പ്രസ്ഥാനമാണ് സമസ്ത. ആ കരുത്ത് നമുക്കിന്നും ഒരു തണലായി, ഒരു താങ്ങായി, മനോഹരമായി നാം ഇന്ന് ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും കൈകെട്ടി നിന്നുകൊണ്ട് 5 നേരം നാം ദുആ ഇറക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഈ പഴക്കമുള്ള 14 നൂറ്റാണ്ട് പഴക്കമുള്ള
പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാകുന്ന ആദർശത്തെയും കർമ്മത്തെയും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ എന്ന് ഫാത്തിഹ സൂറത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ അന്വർത്ഥമാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സമസ്ത നമുക്ക് സജ്ജമാക്കി തന്നു. അതുകൊണ്ട് സമസ്തയോട് നമുക്ക് കടപ്പാടുണ്ട്. ആ സമസ്തയുടെ 100ാം വാർഷികം ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. സെന്റിനറി ആഘോഷിക്കുകയാണ്. നാം ഒരുപാട് കടമയും ഒരുപാട് കടപ്പാടും സമസ്തയോട് കാണിച്ച് സമസ്തയുടെ സെന്റിനറി വമ്പിച്ച വിജയത്തിലാക്കി തീർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ആ മഹാരഥന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യർക്കൊപ്പം എന്ന ഈ മഹത്തായ പ്രമേയം എത്ര മനോഹരമായിട്ടാണ് സമസ്ത ആവിഷ്കരിച്ചിട്ടുള്ളത്. സമസ്തയുടെ കാര്യദർശി, സമസ്തയുടെ ജനറൽ സെക്രട്ടറി മഹാനായ കാന്തപുരം ഉസ്താദ് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പരസുഖമേ സുഖമെനിക്കു നെയ്യതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി എന്ന ആശയം പഠിപ്പിച്ചു തന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.